ദൈവമേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. എല്ലാം അങ്ങയുടെ മഹത്വത്തിനായി മാത്രം തീരണമേ. ആമേൻ. വെളിപ്പാട് 12:1-6 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രയേലിനെ ഒരു പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയായും സാത്താനെ ഒരു ചുവന്ന മഹാസർപ്പമായും ചിത്രീകരിച്ചിരിക്കുന്നു. ഇവർ തമ്മിലുള്ള പ്രപഞ്ച സംഘർഷത്തിൻ്റെ പ്രതീകാത്മീയമായ ഒരു ദർശനമാണ് ഇവിടുത്തെ വിഷയം. മശിഹായുടെ ജനനം, സ്വർഗാരോഹണം, ദൈവജനങ്ങളുടെ അന്ത്യകാല ശേഷിപ്പിൻ്റെ ദൈവസംരക്ഷണം, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. നമുക്ക് റെവലേഷൻ 12-7-17 വരെയുള്ള വാക്യങ്ങളുടെ പഠനത്തിലേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. നമുക്ക് 12-7-9 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോടെ പടവെട്ടി. തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. 12-ാം അധ്യായത്തിലെ 3 കഥാപാത്രങ്ങളെ നാം ഇതുവരെ തിരിച്ചറിഞ്ഞു. ഒന്നാമതായി പ്രസവവേദന എടുക്കുന്ന ആ സ്ത്രീ, അത് ഇസ്രയേലാണെന്ന് നാം മനസ്സിലാക്കി. രണ്ടാമതായി അവൾ പ്രസവിക്കുന്ന ആൺകുട്ടി, അത് യേശുക്രിസ്തു ആണെന്ന് നാം മനസ്സിലാക്കി. മൂന്നാമതായി പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളയുവാൻ അവളുടെ മുമ്പിൽ നിന്ന മഹാസർപ്പം, അത് സാത്താനാകുന്നു എന്ന് നാം മനസ്സിലാക്കി. ഇതാ 4ാമത്തെ കഥാപാത്രം, മഹാസർപ്പത്തോടും അവൻ്റെ ദൂതന്മാരോടും പടവെട്ടി ജയിക്കുന്ന ദൈവത്തിൻ്റെ പ്രധാന ദൂതൻ ആർക്കേഞ്ചൽ എന്ന യൂദായുടെ പുസ്തകം 9-ാം വാക്യത്തിൽ പരിചയപ്പെടുത്തുന്ന മീഖായേൽ എന്ന ദൈവദൂതൻ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു. ഇവിടെ ഇതാ സ്വർഗത്തിലൊരു യുദ്ധം നടക്കുന്നു. മീഖായേൽ എന്ന സ്വർഗീയ ദൂതനും അവൻ്റെ സഹായികളായ ദൂതന്മാരും മഹാസർപ്പമായ സാത്താനോടും അവൻ്റെ പൈശാചിക ദൂതന്മാരോടും പടവെട്ടുന്നു. ഇത് അക്ഷയകരമായ യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ മീഖായേൽ ജയിക്കുന്നു. സാത്താനും അവൻ്റെ ദൂതന്മാരും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തള്ളപ്പെടുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 13-21 എന്നീ വാക്യങ്ങളിൽ മീഖായേൽ ദൂതൻ ഒരു പ്രധാന ദൂതനായും ഇസ്രയേലിന്റെ കാര്യത്തിൽ ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന ദൂതനാണെന്നും നമുക്ക് വായിക്കാം. നിന്റെ സ്വജാതികൾക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എന്ന് നാം അവിടെ വായിക്കുന്നു. ഇസ്രായേൽ ജനതയോടുള്ള ദൈവത്തിന്റെ പുനർജീവിപ്പിച്ച ഉദ്ദേശങ്ങളിൽ മഹാസർപ്പത്തിനെതിരെ പടവെട്ടി മീഖായേൽ വിജയിക്കുന്നു. ഇനിയും സാത്താനും സൈന്യത്തിനും സ്വർഗത്തിൽ സ്ഥാനമില്ല. അത് എന്നേക്കുമായി നഷ്ടപ്പെടുന്നു. 2 കൊരിന്ത്യർ 6:14 നാം ഇങ്ങനെ വായിക്കുന്നു: നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ. ഇവിടെ 9-ാമത്തെ വാക്യത്തിൽ സാത്താനെ പഴയ പാമ്പ്, ഏഷ്യൻ സെർപ്പൻ്റ് എന്ന് അഭിബോധന ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നാം കാണുന്ന അതേ സാത്താനാണ്. ലോകാരംഭത്തിൽ ഏദൻ തോട്ടത്തിൽ കടന്നിയെന്ന് മനുഷ്യജാതിയെ പാപത്തിലേക്ക് വീഴ്ത്തിയ ആ സാത്താനെ നമുക്ക് ജനസിസ് 3-ൽ വായിക്കാമല്ലോ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു അവൻ ഫോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനും ആകുന്നുവെന്ന് വിളിക്കുന്നത് നമുക്ക് വായിക്കാം. സന്തോഷത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി പൈശാചികമായ പ്രവർത്തനങ്ങളുടെ പരീക്ഷണങ്ങൾ എല്ലാ മനുഷ്യഹൃദയങ്ങളിലും ദിവസേന നടക്കുന്നു. എന്നാൽ ഇതാ അവൻ്റെ ഭരണത്തിൻ്റെയും ആത്മീയ ദുഷ്ടതയുടെയും ഉയർന്ന സ്വർഗസ്ഥലങ്ങളിൽ നിന്നും അവൻ പുറത്താക്കപ്പെടുന്നു. ഈ സമയം മുതൽ അവസാനത്തെ യുദ്ധമായ നന്മയും തിന്മയും തമ്മിലുള്ള അർമഗദോൻ യുദ്ധം വരെ മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും മനുഷ്യൻ്റെയും പൈശാചിക ശത്രുക്കൾ ഭൂമിയിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്നു. നമ്മുടെ വിശ്വാസവും ജീവിതവും ജീവനുള്ള നമ്മുടെ ദൈവത്തിനായി നമുക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കാം. നമുക്ക് 10-13 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്: ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞല്ലോ. 11 അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും ജയിച്ചു. മരണപര്യന്തം
തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ആകയാൽ സ്വർഗവും അതിലധിവസിക്കുന്നവരുമായുള്ളവേ, ആനന്ദിപ്പീൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, തനിക്ക് അല്പകാലമേ ഉള്ളൂവെന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. ഈ 11-ാമത്തെ വാക്യം ട്രിബുലേഷൻ ടൈമിൻ്റെ സെക്കൻഡ് ഹാഫിലുള്ള ബിലീവേഴ്സിനെ സംബന്ധിച്ച് പറയുന്ന ഒരു പ്രവചനമാണ്. 1 ജോൺ 5:4-5 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് പോലെ, ദൈവത്തിൽ നിന്നും ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. വിശ്വാസികൾ പ്രതികൂല സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കുന്നവരാണ്. എന്നാൽ ഈ മഹാപീഡന സമയങ്ങളിൽ സാത്താൻ്റെ സ്വാധീനം ഭയങ്കരമാണ്. ഈ മഹാപീഡന കാലത്തെ വിശ്വാസികൾ യേശുവിൻ്റെ രക്തവും അവരുടെ വിശ്വാസ സാക്ഷ്യവും മൂലം ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളാകുവാൻ മടിക്കുന്നില്ല. ഫിലിപ്പിയൻസ് 1:21 പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ, "For to me to live is Christ and to die is gain." 12-ാം വാക്യത്തിൽ സാത്താന് ഇടം ഇല്ലാത്ത സ്വർഗവും അതിൽ വസിക്കുന്നവരും സന്തോഷിക്കുന്നു. എന്നാൽ തനിക്ക് അധിക സമയമില്ല എന്ന് സാത്താന് അറിയാം. അതായത് ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകുവാൻ ഇനി 3.5 വർഷം മാത്രം, 1260 ദിവസം മാത്രം. ഭൂമിയിലും സമുദ്രത്തിലും താമസിക്കുന്നവർക്ക് ഇത് മഹാകഷ്ടകാലമാണ്. യേശുക്രിസ്തുവിനെപ്പോലും പാപത്തിലേക്ക് നയിക്കുവാൻ ശ്രമിച്ചവനും വേദവാക്യങ്ങൾ അറിയാവുന്നവനുമായ സാത്താൻ അവൻ്റെ മഹാശക്തിയോടെ ആ സമയത്ത് ഭൂമിയെ വേട്ടയാടും. നമുക്ക് 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞുവെന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് കഴുകൻ്റെ 2 ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോടെ അകലെ 1 കാലവും 2 കാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന് അവളുടെ പിന്നാലെ തൻ്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു. എന്നാൽ ഭൂമി സ്ത്രീക്ക് തുണ നിന്നു. മഹാസർപ്പം വായിൽ നിന്ന് ചാടിച്ച നദിയെ ഭൂമി വായ് തുറന്ന് വിഴുങ്ങിക്കളഞ്ഞു. ഈ അവസാന കാലഘട്ടങ്ങളിൽ സാത്താന് ജൂതജനങ്ങളെ മുഴുവനും നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല. കാരണം നാം നേരത്തെ 6-ാമത്തെ വാക്യത്തിൽ പഠിച്ചതുപോലെ രക്ഷിക്കപ്പെട്ട ജൂതശേഷിപ്പിനെ ദൈവം സുരക്ഷിതമായി മരുഭൂമിയിൽ അഭയം കൊടുക്കുന്നു. ഇവിടെ 14-ാം വാക്യത്തിൽ സ്ത്രീക്ക് മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകൻ്റെ 2 ചിറക് ലഭിച്ചു എന്നത് ശ്രദ്ധിക്കുക. ഇന്നത്തെ മോഡേൺ ഇറായിൽ അതൊരു എയർ ലിഫ്റ്റ് ആക്കി കണക്കാക്കാവുന്ന വളരെ സാധ്യതകൾ ഉണ്ട്. എന്നാൽ ഇസ്രയേലിയരെ ഈജിപ്തിൽ നിന്നും മരുഭൂമിയിൽ നടത്തിയ ദൈവം അവരെ നടത്തിയ വിധങ്ങൾ എക്സോഡസ് 19:4 നമുക്ക് വായിക്കാം. ഞാൻ മിസ്രയീമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറയിന്മേൽ വഹിച്ചു എൻ്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. വീണ്ടും ആവർത്തന പുസ്തകം 32-ാമത്തെ അധ്യായം 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഇതോടെ വളരെ സാമ്യമായ ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. ഞാനത് വായിക്കുന്നു. ഞാൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ട് അവനെ ചുറ്റി പരിപാലിച്ചു. കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. കഴുകൻ തൻ്റെ കൂട് അനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തൻ്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. ഈ യൂതജനങ്ങളെ ദൈവം ട്രിബുലേഷൻ്റെ 3.5 വർഷം, അതായത് എ ടൈം ആൻഡ് ടൈംസ് ആൻഡ് ഹാഫ് എ ടൈം സംരക്ഷിക്കുമെന്ന് ഇവിടെ പ്രത്യേകമായി പറയുന്നു. 3.5 വർഷത്തിൻ്റെ ഈ പ്രയോഗം ഡാനിയൽ 7:25, 12:7 എന്നീ വാക്യങ്ങളിൽ നമുക്ക് വായിക്കാം. 1 കാലവും 2 കാലവും അരക്കാലവും. ഈ ജൂതജനങ്ങളെ ദൈവം ട്രിബുലേഷൻ്റെ 3.5 വർഷം, അതായത് 1260 ദിവസം സംരക്ഷിക്കുമെന്ന് ഇവിടെ പറയുന്നു. ദൈവം തന്നിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവരെ ഒരിക്കലും തള്ളിക്കളയുകയില്ല. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 34 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ വചനം നമുക്ക് വായിക്കാം. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറിയ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ എത്ര വണ്ണം ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു. വെളിപ്പാട് പുസ്തകത്തിലെ വർണ്ണനകൾ പലതും നാടകീയമായതും
പ്രതീകാത്മകവുമാണ്. നാം നേരത്തെ പഠിച്ചുവല്ലോ. ഈ മഹാസർപ്പം വെള്ളപ്പൊക്കം മൂലം ഇസ്രയേലിൻ്റെ ശേഷിപ്പിനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായി 15-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു. ഇത് അക്ഷരീയമായുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഒരു വലിയ സൈന്യം അഥവാ മോഡേൺ വാർഫെയറിനെ പ്രതിനിധീകരിക്കുന്നതും ആകാം. എന്നാൽ 16-ാമത്തെ വാക്യത്തിൽ അത് എന്തു തന്നെയായാലും ഭൂമി പിളർന്ന് ആക്രമണം തടയുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതുപോലെയുള്ള ഒരു ഭാഗം നമുക്ക് നമ്പേഴ്സ് 16:31-35 വരെയുള്ള വാക്യങ്ങളിലും വായിക്കാം. അവിടെ ദൈവത്തോട് മത്സരിച്ച കോരഹിനെയും കൂട്ടരെയും ഭൂമി വായ് തുറന്ന് അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും സർവ്വസമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞതായി നമുക്ക് വായിക്കാം. നമുക്ക് 17-ാമത്തെ വാക്യം വായിക്കാം. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ച് ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു. ഈ 17-ാമത്തെ വാക്യത്തിൽ ഈ അധ്യായത്തിലെ 5-ാമത്തെ കഥാപാത്രത്തെ നാം പരിചയപ്പെടുന്നു. യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരായി അവളുടെ സന്തതിയിൽ ഉള്ള ശേഷിപ്പ്, ദ റെമനന്റ് ഓഫ് ദ ബിലീവേഴ്സ് ഓഫ് ഇസ്രയേൽ. ആശ്രയം വെച്ച അവിശ്വാസ ശേഷിപ്പിനെ വിജനമായ മരുഭൂമിയുടെ പാറകളിൽ ദൈവം സംരക്ഷണം നൽകിയതുമൂലം സാത്താൻ കോപിഷ്ഠനായി ഇസ്രയേലിൽ ശേഷിപ്പിച്ചിരിക്കുന്ന ദൈവകൽപ്പനകൾ പ്രമാണിക്കുന്നവരും സാക്ഷ്യം പറയുന്നവരുമായ വാസസമൂഹത്തിൻ്റെ നേരെ ആക്രമിക്കാൻ തയ്യാറെടുത്ത് ഒരു കടലിന് അരികെയുള്ള മണലിന്മേൽ നിൽക്കുന്നതായി നാം ഈ അവസാനത്തെ വാക്യത്തിൽ കാണുന്നു. 12-ാമത്തെ അധ്യായത്തിലെ ഈ 17-ാം വാക്യവും 13-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ വാക്യവും വളരെ കണക്റ്റഡ് ആയതുകൊണ്ട് ഈ 17-ാം വാക്യം നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കൂടുതൽ പഠിക്കാം. ഫോർ ദി ആപ്ലിക്കേഷൻ ഓഫ് ചാപ്റ്റർ 12 ഇൻ അവർ ഡെയിലി ലൈഫ്സ്, ലെറ്റ് us യൂസ് വേഴ്സ് 11, വെൽ നോൺ ആസ് ദ വെപ്പൺസ് ഓഫ് അവർ വാർഫെയർ, നമ്മുടെ പോരാട്ടങ്ങളുടെ ആയുധങ്ങൾ. ഓർ വി ക്യാൻ കോൾ ഇറ്റ് ദ കീസ് ടു വിക്ടറി, വിജയത്തിലേക്കുള്ള താക്കോലുകൾ. Let us read chapter 12, verse 11 one more time. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. നമ്പർ 1 ബ്ലഡ്, കുഞ്ഞാടിൻ്റെ രക്തം. നമ്പർ 2 ടെസ്റ്റിമണി, തങ്ങളുടെ സാക്ഷ്യത്തിൻ്റെ വചനങ്ങളാൽ. നമ്പർ 3 നോട്ട് ലവ് യുവർസെൽഫ്, മരണപര്യന്തം പോലും തങ്ങളുടെ ജീവനെ അവർ സ്നേഹിച്ചില്ല. ഇത് ദൈവശാസ്ത്ര സിദ്ധാന്തമല്ല, പിന്നെയോ പ്രപഞ്ചയുദ്ധത്തിൽ തെളിയിക്കപ്പെട്ട ആത്മീയ സാങ്കേതിക വിദ്യയാണിത്. ആദ്യത്തെ ഘടനം കുഞ്ഞാടിൻ്റെ രക്തമാണ്. ഇത് ഒരു ചിഹ്നമല്ല. യേശുക്രിസ്തുവിൻ്റെ പരമയാഗത്തിലൂടെ നേടിയ നിയമപരമായ അവകാശങ്ങൾ പ്രഖ്യാപിക്കുന്ന ഈ അധികാരത്തിനെതിരെ സാത്താന് പ്രതിരോധിക്കുവാൻ സാധ്യമല്ല. രണ്ടാമതായി നമ്മുടെ സാക്ഷ്യത്തിൻ്റെ വചനം. യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരസ്യമായും പൂർണ്ണബോധത്തോടും ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ എന്താണ് ചെയ്തതെന്ന് ഉള്ള പരസ്യ പ്രഖ്യാപനമാണ് ഇത്. നമ്മുടെ വ്യക്തിപരമായ അനുഭവങ്ങൾ ഒരു ആത്മീയ ആയുധമായി മാറുന്നു. ഇതിൻ്റെ ഒരു റിഹേഴ്സലായി വിശുദ്ധ പൗലോസ് എഴുതിയിട്ടുള്ള റോമൻസ് 10:9-10 നമുക്ക് വായിക്കാം. യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യും. ഈ പരസ്യമായ കുമ്പസാരം ഐച്ഛികമല്ല. സാത്താനെതിരെ ദൈവം സ്ഥാപിച്ച വിജയസാങ്കേതിക വിദ്യയുടെ ഒരു അനിവാര്യ ഭാഗമാണിത്. മൂന്നാമത്തെ ഘടകം വിനാശകരമാണ്. മരണം വരെ അവർ തങ്ങളുടെ ജീവിതത്തെ സ്നേഹിച്ചില്ല. വിശ്വാസികളെ പൂർണ്ണമായും ശക്തീകരിക്കുന്ന ആത്യന്തിക ആയുധമാണ് ഇത്. നിങ്ങൾക്ക് നഷ്ടപ്പെടുവാൻ ഒന്നുമില്ലാത്തപ്പോൾ സാത്താനെ ഭീഷണിപ്പെടുവാൻ ഒന്നുമില്ല എന്ന സത്യമാണിത്. സാത്താൻ്റെ എല്ലാ തന്ത്രങ്ങളും ഭയം, വേദന, മരണം, പരാജയം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ ആരെങ്കിലും ക്രിസ്തുവിൽ സ്വയം മരിച്ചുപോയാൽ ഈ ഭയങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ല. പ്രൈസ് ഗോഡ്. ഇതിനെ സംബന്ധിച്ച് വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കാം.
ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. വിശുദ്ധ പൗലോസ് അക്ഷരാർത്ഥത്തിൽ അജയ്യനായി മാറി. നരകത്തിലെ എല്ലാ ശക്തികൾക്കുമെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമായിരുന്നു ഇത്. സാത്താനും അവൻ്റെ ദൂതന്മാർക്കുമെതിരെ പ്രവർത്തിക്കുന്ന ഈ ട്രിപ്പിൾ സത്യം ഭൂമിയിലെ വാഴ്ചകൾക്കും ശക്തികൾക്കും എതിരെ നാം നേരിടുന്ന ഏതൊരു ആത്മീയ ആക്രമണത്തിനും എതിരായി പ്രവർത്തിക്കുന്നു. ഒന്നാമതായി, കുഞ്ഞാടൻ്റെ രക്തം. അത് നിയമപരമായ അധികാരമാണ് നമുക്ക് നൽകുന്നത്. രണ്ടാമതായി, സ്വന്തം സാക്ഷ്യം പരസ്യമായിട്ടുള്ള അധികാരം പ്രകടമാക്കുന്നു. മൂന്നാമതായി, സ്വയം ഇല്ലാതാകുന്നത്. ശത്രുവിനെ ചൂഷണം ചെയ്യുവാൻ കഴിയുന്ന ഏത് ദുർബലതയെയും ഇല്ലാതാക്കുന്നു. എന്നാൽ ഈ തന്ത്രം ഒരു വിശ്വാസിക്ക് പ്രതിരോധം മാത്രമല്ല, ക്രിസ്തുവിൻ്റെ വിജയം കൂടിയാണ്. പ്രൈസ് ഗോഡ്. അതെ, ഈ ട്രിപ്പിൾ സത്യങ്ങൾ വിജയത്തിനായി പോരാടാനല്ല, പിന്നെയോ വിജയത്തിൽ നിന്നാണ് പോരാടുന്നത്. ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വിജയത്തിൽ നിന്നും, തൻ്റെ മഹത്വകരമായ സ്വർഗാരോഹണത്തിൻ്റെ വിജയത്തിൽ നിന്നും, തൻ്റെ മഹത്വകരമായ ഭൂമിയിലേക്കുള്ള രണ്ടാം വരവിൻ്റെയും ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കാനുള്ള വിജയത്തിൽ നിന്നും വിശ്വാസികളായ നമ്മിലൂടെ ഇത് പ്രാവർത്തികമാകുന്നു. അതെ, സാത്താനും അവൻ്റെ ദൂതന്മാർക്കും എതിരെ സ്വർഗത്തിൽ വിജയിച്ച ഈ ട്രിപ്പിൾ സത്യം വിശ്വാസികളായ നമ്മൾക്കും ഭൂമിയിലെ വാഴ്ചകൾക്കും ശക്തികൾക്കും എതിരെ പ്രവർത്തിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന ആത്മീകവും ഭൗമികവുമായ എല്ലാ പോരാട്ടങ്ങളിൽ നിന്നും നമുക്ക് വിജയം കണ്ടെത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ റെവലേഷൻ 12 ഞാൻ ചുരുക്കമായി നിർത്തുന്നു. ദൈവത്തിൻ്റെ കൃപ നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.